എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്വന്തം കൈ ബലി കൊടുത്ത് സൈനികനെ രക്ഷിച്ച ഛത്തീസ്ഗഡ് പെൺകുട്ടി. ഛത്തീസ്ഗഡ് സ്വദേശിനിയായ ജ്യോതി മലയാളത്തിൻ്റെ മരുമകളായിട്ട് 13 വർഷമാകുന്നു. മലയാളി ജവാന്റെ ഭാര്യയായി കേരളത്തിലെത്തിയ ജ്യോതിയുടെ ജീവിതം അതിർവരമ്പുകളില്ലാത്ത മനുഷ്യസ്നേഹത്തിൻ്റെയും അപൂർവ പ്രണയത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം കൈ നഷ്ടപ്പെടുത്തിയ ജ്യോതി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അതേ ആൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന്. അതങ്ങ് ഛത്തീസ്ഗഡിൽ നിന്നും ഇങ്ങ് തെക്കൻ കേരളത്തിൽ പാലക്കാട് കൊല്ലങ്കോട് മലയാളത്തിൻ്റെ മരുമകളാണിന്ന് ജ്യോതി. സിനിമ കഥയെ വെല്ലുന്ന ജീവിതകഥയാണ് ജ്യോതിയുടേത്. സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2010 ജനുവരി 3-നാണ്. ഛത്തീസ്ഗഡ് ദുർഗിലെ മൈത്രി കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ജ്യോതി ഹോസ്റ്റലിൽ നിന്നും ബച്ചേലിയിലെ തൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ബസ്സിൽ യാത്ര തിരിച്ചത്. അതേ ബസ്സിലെ സഹയാത്രികനായിരുന്നു CISF ജവാനായിരുന്ന പാലക്കാട് സ്വദേശി വികാസ്. ഛത്തീസ്ഗഡിലെ മറ്റൊരു ക്യാമ്പിലായിരുന്ന സഹോദരൻ വിശാലിനെ സന്ദർശിച്ച് ബെലാഡിയിലെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. ബസ്സിൻ്റെ വിൻഡോ സീറ്റിന് ജനൽപ്പാളിയിൽ തല ചായ്ച്ച് നല്ല ഉറക്കത്തിലായിരുന്നു വികാസ്. വളരെ പെട്ടെന്നാണ് എതിർവശത്തു നിന്ന് വന്ന ട്രാക്ടർ നിയന്ത്രണം വിട്ട് ബസ്സിന് നേർക്ക് വരുന്നത് യാത്രക്കാർ കണ്ടത്. എന്നാൽ ഉറങ്ങുകയായിരുന്ന വികാസ് ഒഴികെ മറ്റെല്ലാവരും ഒരു വശത്തേക്ക് ചരിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മരണം മീറ്ററുകൾക്കപ്പുറം എത്തി നിൽക്കുകയായിരുന്നു വികാസിന്. പക്ഷെ ദൈവത്തിൻ്റെ കൈ വികാസിനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. വികാസിന് തൊട്ടുപിറകിലിരുന്ന ജ്യോതിയുടേതായിരുന്നു ആ കൈകൾ. മറ്റു യാത്രക്കാരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടിമാറിയപ്പോൾ ഉറക്കത്തിലായിരുന്ന വികാസിന് സംഭവിക്കാവുന്ന അപകടം മനസ്സിലാക്കിയ ജ്യോതി തൻ്റെ വലത് കൈ ഉപയോഗിച്ച് വികാസിൻ്റെ തല പിടിച്ച് മാറ്റുകയായിരുന്നു. ഞെട്ടിയുണർന്ന വികാസ് കാണുന്നത് കൈപ്പത്തിയേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജ്യോതിയെയാണ്. അപകടമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും വികാസിന് മനസ്സിലായില്ല. യാത്രക്കാരൊക്കെ ഡ്രൈവറെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ സഹായിക്കാൻ മുതിർന്നില്ല. തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് ജ്യോതിയുടെ കൈ നഷ്ടമായതെന്ന് കുറച്ച് വൈകിയാണ് വികാസ് മനസ്സിലാക്കിയത്. തൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിക്ക് അതുമൂലം കൈ നഷ്ടമായെന്നറിഞ്ഞതോടെ അവരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് വികാസ് മനസ്സിലുറപ്പിച്ചു. സമീപത്തെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഇല്ലാത്തതിനാൽ മുറിഞ്ഞുപോയ കൈപ്പത്തിയുമായി ബിലാസ്പൂരിലെ അപ്പോളോ ആശുപത്രിയിലും പിന്നീട് റായ്പൂരിലെ രാമകൃഷ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. തുന്നിച്ചേർക്കാനാവാത്ത വിധം കൈപ്പത്തി വേർപെട്ടു പോയെന്നും ഡോക്ടർമാർ അറിയിച്ചു. വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ സഹോദരൻ വിശാൽ തൻ്റെ കൈപ്പത്തി വരെ ജ്യോതിക്ക് നൽകാൻ ഒരുക്കമായിട്ടും അത്